നമ്മൾക്ക് ജേസസ് എന്ന് പറഞ്ഞ ഒരു ഇവരുടെ ജോയിന്റ് ആയിട്ടുള്ള ഈ 3 പേരുടെ വ്യക്തികളെ കുറിച്ച് മാത്രമേ അറിയാൻ പാടുള്ളൂ. ഇവരാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. ഇവർ നിരന്തരം വാട്സപ്പിലൂടെ എല്ലാ നമ്പേഴ്സും ശേഖരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് വിളിച്ച സ്ഥിതിക്ക് നമ്മളുടെ നമ്പർ അവർ ഫീഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ നിരന്തരം ഇവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ എന്താണ് ഫണ്ട് അടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആവശ്യപ്പെട്ട അനുസരിച്ച് നമ്മളെല്ലാവരും ഇവർ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് ആ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്ക് ഒന്ന് ഞാൻ മാനേജറോട് സംസാരിച്ചപ്പോൾ 3 പേരുടെ പേരിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ഒന്ന് ഈ പറഞ്ഞ ഡോക്ടർ മധു, പിന്നെ ഒരു ശശിധരൻ ഡോക്ടർ, പിന്നെ മേരി CG മേരി എന്ന് പറഞ്ഞാൽ 3 വ്യക്തികളുടെ പേരിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ഞങ്ങൾ ഇതെല്ലാം അന്വേഷിച്ചിട്ടാണ് പൈസ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഈ അക്കൗണ്ടിന് ട്രാൻസാക്ഷൻ തയ്യാറായിട്ടുള്ള പൈസ അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവരുടെ ഈ ജോയിന്റ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ എന്തുകൊണ്ട് ഇവരിതിപ്പോ വരെ നമ്മുടെ അടുത്ത് കാണിക്കുന്നില്ല. ഇവർ CG മേരി എന്ന് പറഞ്ഞ ആള് ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഇവരുടെ ഓഫീസായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇവർ ഞങ്ങൾ 3-4 പേരെ ഓഫീസിന്റെ അകത്തേക്ക് വിളിച്ചു. ഞങ്ങളുടെ എല്ലായിടത്തും ഡോക്യുമെന്റ്സ് ഉണ്ട്. ഞങ്ങൾ അനന്തകൃഷ്ണന് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ഡോക്യുമെന്റ്സ് ഉണ്ട്. ഇവർ ഇത്രയും ദിവസമായിട്ട് ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് ഒന്നും ഇത് വെളിപ്പെടുത്തിയിട്ടില്ല. അതാണ് നമുക്കറിയേണ്ടത്. അത് ഇവര് അദ്ദേഹത്തിന്റെ വാക്കിന് വളരെയേറെ വിലയുള്ള സമയമാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു 15 മിനിറ്റ് ഈ CSR ഫണ്ട് വഴി ഇത്തരം സേവനങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? ഇത് സംഭവം നടന്നതിന് ശേഷം നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ കാണുകയും സംസാരിക്കുകയും ഇത് പരാതി കൊടുക്കുക എന്തെങ്കിലും ചെയ്തിരുന്നു? പ്രതിപക്ഷ നേതാവ് ജനുവരി 24-നാണ് പങ്കെടുത്തിരിക്കുന്നത്. ഈ പൈസ പോയിരിക്കുന്നത് 8 മാസം മുമ്പ് 6 മാസം മുമ്പാണ്. 8 മാസവും 6 മാസം മുമ്പ് ഇതിന്റെ പബ്ലിസിറ്റി കൊടുത്തവരാണ് ഇതിന്റെ ആളുകള്. അവരോട് പറയാനുള്ളത് അതാത് സ്റ്റേഷനുകളിൽ FIR ഇടണം, ക്രൈം രജിസ്റ്റർ ചെയ്യണം. എല്ലാവരെയും പറവൂർ സ്റ്റേഷനിലേക്കല്ല അയക്കേണ്ടത്. കോസ് ഓഫ് ആക്ഷൻ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ നിന്ന് തന്നെ ക്രൈം രജിസ്റ്റർ ചെയ്യണം. ചെങ്ങമനാടാണെങ്കിൽ ചെങ്ങമനാട് രജിസ്റ്റർ ചെയ്യണം. അതല്ലാതെ മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പറവൂർ സ്റ്റേഷനിൽ മാത്രം ക്രൈം രജിസ്റ്റർ ചെയ്താൽ ശരിയാവില്ല. ഇത് ക്രൈം രജിസ്റ്റർ ചെയ്യേണ്ട അതാത് സ്റ്റേഷനുകളിൽ മൂവാറ്റുപുഴയാണെങ്കിൽ മൂവാറ്റുപുഴ എന്ന് പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്രൈം രജിസ്റ്റർ ചെയ്യണം. എറണാകുളത്താണെങ്കിൽ എറണാകുളത്ത്. അതിനുവേണ്ടി ഈ ഉദ്യോഗസ്ഥന്മാര് അത് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുക്കണം. അതല്ലാതെ എല്ലാവരെയും പറവൂര് കൊണ്ടുവന്ന് ആകെ 4 ക്രൈമാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഈ പരിസരത്ത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പൈസ ഈ JSSന്റെ ട്രസ്റ്റിന്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ തരാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചർച്ചയിൽ നിന്ന് ഒഴിവായി. കാരണം ഞങ്ങൾക്ക് കിട്ടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടിയിരിക്കുന്ന സഹോദരിമാരുടെ പാവപ്പെട്ടവരുടെ പൈസ കൊടുക്കണം. അതിന്റെ ഫസ്റ്റ് ലയബിലിറ്റി ഇവർക്കാണ് നിൽക്കുന്നത്. അനന്തകൃഷ്ണന് അങ്ങനെ ഒരു ലയബിലിറ്റി ഇല്ല. ഇവർക്കുള്ള പ്രോപ്പർട്ടികൾ വിൽക്കട്ടെ. ഇവരുടെ പ്രോപ്പർട്ടികളെല്ലാവരും ഗവൺമെന്റ് ഫ്രീസ് ചെയ്യണം. ഇവരെ അറസ്റ്റ് ചെയ്യണം. ഇതെന്ത് ഇത്ര നാളായിട്ട് അറസ്റ്റ് ചെയ്യാത്ത? കഴിഞ്ഞ 5-ാം തീയതി FIR ഇട്ടിട്ട് ഇത്ര നാളായിട്ട് അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്യണം. ഇവരെ വസ്തുവകളെ എല്ലാവരും കണ്ടുകെട്ടണം. എങ്കിൽ മാത്രമേ ഇവർക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാൻ സാധിക്കുള്ളൂ. ഇവർക്ക് പൈസ കൊടുത്ത സമയത്ത് കൊടുത്ത രേഖകൾ വച്ചിട്ടാണ് ഇവരോട് ചോദിക്കുന്നത്. അതെ, ഇവർക്ക് കൊടുത്തിരിക്കുന്നത് എല്ലാവരും ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്. ബാങ്ക് ട്രാൻസാക്ഷൻ പുതിയ നിയമം അനുസരിച്ച് പ്രൈമറി എവിഡൻസിലേക്ക് വരുന്നതാണ്. അത് മാത്രം മതി ഇവർക്ക്. നിങ്ങൾ ഇത് ചേരുന്ന സമയത്ത് അനന്തകൃഷ്ണനോ ആനന്ദവും നിങ്ങൾ അടയ്ക്കുന്ന സമയത്ത് ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു നേരത്തെ. തീർച്ചയായിട്ടും അതുകൊണ്ടല്ലോ നമ്മളിത് അടച്ചത്. അതല്ലേ അനന്ത നമ്മൾ JSSന്റെ ഓഫീസിൽ ചെന്ന് അപ്പൊ കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് നമ്മൾ അവിടെ നിൽക്കുകയാണ്. ഒരു പ്രതിനിധി പോലും നമ്മളോട് സംസാരിക്കാൻ വന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ മധു ഡോക്ടറിന്റെ കാര്യാലയത്തിൽ ചെന്ന് മധു ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ മധു ഡോക്ടർ പറയുന്നത് അതിൽ ഞങ്ങളിപ്പോൾ ഫോറൻസിക് ഓഡിറ്റിങ്ങിനുള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഡ്സ് ആക്ട് പ്രകാരം കേസും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെച്ച് ഫോട്ടോ വന്ന ഈ പ്രതിപക്ഷ നേതാവല്ല. പ്രതിപക്ഷ നേതാവ്